എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം കേരളത്തിൻ്റെ മായാത്ത നോവാണ്. നമ്മുടെ ലിനി സിസ്റ്ററുടെ ഓർമ്മ ദിവസം. ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. ലിനി സിസ്റ്റർ ആതുര സേവന രംഗത്തെ ജ്വലിക്കുന്ന നക്ഷത്രം. സ്വന്തം ജീവനേക്കാൾ കൂടുതൽ താൻ പരിചരിച്ച രോഗിയുടെ ജീവന് വില കൽപ്പിച്ച ധീരയായ നേഴ്സായിരുന്നു സിസ്റ്റർ ലിനി. ലിനി സിസ്റ്റർ ഇന്ന് ഓർമ്മയായിട്ട് 8 വർഷങ്ങൾ തികഞ്ഞു. നിപ്പ എന്ന മഹാമാരി കേരളത്തെ ഭീതിയിലാഴ്ത്തിയ നാളുകളിൽ ഭയന്ന് പിന്മാറാതെ പോരാടി ലിനി സിസ്റ്റർ ഇന്നും ഓരോ മലയാളികളുടെയും ഉള്ളിൽ നീറുന്ന ഒരു ഓർമ്മയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സിസ്റ്റർ ലിനിക്ക് വേണ്ടി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. നഴ്സുമാരെന്ന് പറയുന്നത് തന്നെ കരുതലിന്റെയും സഹനത്തിന്റെയും ഒക്കെ സാക്ഷ്യപത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള ഒരു ഉദ്യമത്തിന് തുടക്കമിട്ടത്. 2018 മെയ് 21 നമ്മുടെ സഹോദരി നമ്മളുടെ വിട പറഞ്ഞതെങ്കിൽ 2019 മെയ് 20 ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിരാലംബരതി രോഗികളും അതുപോലെ തന്നെ അസുഖങ്ങളുമായ പല ആളുകൾക്കും ഇന്ന് നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന രോഗികൾ സഹോദരങ്ങളാവട്ടെ അവരുടെ കുടുംബത്തിലുള്ളവരാവട്ടെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് ഏകദേശം 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉള്ള ഒരു സഹായം നമ്മുടെ സഹോദരികളിൽ നിന്ന് തിരിച്ചെടുത്ത ഇതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തെ നമ്മുടെ ലിനി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ഹേമ എന്ന് പറയുന്ന നമ്മുടെ നഴ്സിംഗ് ഓഫീസറിന്റെ മകൻ യുവാൻ. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും ആ ഫണ്ടിൽ പങ്കാളികളായിട്ടുള്ളവരാണ് യുവാൻ ഫണ്ടിൽ. അപ്പോൾ അത് 14 ലക്ഷത്തോളം രൂപ നമുക്ക് 15 ജില്ലാ കമ്മിറ്റികൾ 14 ജില്ലയിലായി 15 ജില്ലാ കമ്മിറ്റികൾ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നമുക്ക് അവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ സർജറി കഴിയുന്ന അമ്മ തന്നെയായിരുന്നു പിന്നെ അവയവം ദാനം ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആ കുട്ടി നല്ല രീതിയിൽ രക്ഷപ്പെട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലിനിയിലൂടെ നമുക്കൊരു ട്രസ്റ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. പാവപ്പെട്ടവരായിട്ടുള്ള രോഗികൾക്ക് അതൊരു ആശ്വാസമാണ്. മരണക്കിടക്കയിൽ പോലും സിസ്റ്റർ ലിനി പ്രിയപ്പെട്ടവർക്കായി എഴുതിയ ലെറ്റർ ഇന്നും മലയാളി മനസ്സിനെ കണ്ണീരിലാഴ്ത്തുന്ന ഒന്നാണ്. ഒരിക്കൽ കൂടി സിസ്റ്ററുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീരിൽ കുതിർന്ന പ്രണാമം അർപ്പിക്കുന്നു.